അമേരിക്കയുടെ തുടർച്ചയായ ആക്രമണങ്ങളെയും വ്യോമാക്രമണങ്ങളെയും പതറാതെ നേരിട്ട ഇറാൻ തങ്ങളുടെ പ്രതിരോധ വീര്യം തെളിയിച്ചിരിക്കുകയാണ്. വിദേശ മണ്ണിലെ അധിനിവേശ ശക്തികൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്ക് ഇറാൻ നടത്തിയ പ്രതികാര ആക്രമണങ്ങൾ അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചിരിക്കുകയാണ്. ഇതോടെ യുദ്ധഗതി ഉപേക്ഷിച്ച് പുതിയ നയതന്ത്ര വഴികൾ തേടാൻ ട്രംപ് ഭരണകൂടം നിർബന്ധിതരായി. മറ്റു വഴിയൊന്നും ഇല്ലല്ലോ, അപ്പൊ പിന്നെ നിർബന്ധിതരാകും. അപ്പൊ പശ്ചിമേഷ്യയിൽ കൂടുതൽ യുദ്ധവിമാനങ്ങളും ആകാശ ഇന്ധന സംവിധാനങ്ങളും വിന്യസിച്ച അമേരിക്ക ഭീതി സൃഷ്ടിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇറാന്റെ സായുധ സേന തെല്ലും പിന്നോട്ട് പോയില്ല. തങ്ങളുടെ പരമാധികാരവും അതിർത്തികളും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് ഇറാന്റെ ഉറച്ച നിലപാടാണ് അമേരിക്കയെ ഉദ്ദേശിച്ച ദ്രുത വിജയം തടഞ്ഞത്. എന്തായാലും ഇപ്പോൾ ഒരേ സമയം ആക്രമണ ഭീഷണി മുഴക്കുമ്പോഴും മറുവശത്താകട്ടെ വെടിനിർത്തൽ യാചിക്കേണ്ട അവസ്ഥയിലാണ് അമേരിക്കൻ ഭരണകൂടം. ഇറാന്റെ കടുത്ത തിരിച്ചടിയിൽ മേഖലയിലുണ്ടായ സൈനിക സന്തുലനം മൂലം ഈജിപ്ത്, പാകിസ്ഥാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ സംയുക്തമായി പുതിയൊരു വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഇറാനുമായി ചർച്ച നടത്തിയ പ്രാദേശിക മധ്യസ്ഥർ അധിനിവേശ ശക്തികളുമായുള്ള സംഘർഷം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ 10 ദിവസത്തെ കൂളിംഗ് ഓഫ് കാലയളവ് വാഗ്ദാനം ചെയ്തു. കഴിഞ്ഞ മാസമുണ്ടായ കരാർ പുനരുജ്ജീവിപ്പിക്കുവാനുള്ള താൽപര്യം ഇറാൻ വ്യക്തമാക്കിയെങ്കിലും തങ്ങളുടെ വ്യവസ്ഥകളിൽ മാത്രം വിട്ടുവീഴ്ചയുള്ളൂ എന്ന് ഉറപ്പിച്ച് വ്യക്തമാക്കി. ലോക ആഗോള വ്യാപാരത്തിന്റെയും ഊർജ ഗതാഗതത്തിന്റെയും നാഡീ ഞരമ്പായ ഹോർമൂസ് കടലിടുക്കിൽ തങ്ങളുടെ പരമാധികാരം ഇറാൻ വീണ്ടും ഊട്ടിയുറപ്പിച്ചു. തന്ത്രപ്രധാനമായ ഈ ജലപാതയിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിക്കാനുള്ള പൂർണ്ണ അവകാശം ഇറാനുണ്ട് എന്ന് അവർ ഉറപ്പിച്ച് വ്യക്തമാക്കി. അമേരിക്കൻ നാവികസേനയുടെ സാന്നിധ്യം പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് സമുദ്രപാതയിൽ സ്വന്തം സ്വാധീനം നിലനിർത്താൻ ഇറാനിയൻ സേനയ്ക്ക് കഴിഞ്ഞു. അമേരിക്കയുടെ കടന്നുകയറ്റത്തിന് മറുപടിയായി കുവൈറ്റ്, ജോർദാൻ, ബഹ്റിൻ, ഇറാഖ് എന്നിവിടങ്ങൾ അമേരിക്ക സൈനിക സ്ഥാപനങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ കൃത്യതയാർന്ന പ്രഹരങ്ങൾ വൻ ആഘാതമാണ് അമേരിക്കയ്ക്കുണ്ടാക്കിയത്. തങ്ങളുടെ താവളങ്ങൾക്കു നേരെ ഭയങ്കരമായ ആക്രമണം നേരിട്ടതോടെയാണ് മേഖലയിലെ കളി അപ്പാടെ മാറിയത്. സ്വന്തം സൈനികരുടെ ജീവൻ അപകടത്തിലായതോടെ അമേരിക്കയ്ക്ക് ഇറാനെതിരെയുള്ള നീക്കങ്ങൾ പുനഃപരിശോധിക്കേണ്ടി വന്നു. അതായത് ഒന്ന് റീതിങ്ക് ചെയ്യേണ്ടി വന്നു. അമേരിക്കയിലെ വിദേശ നയ വിദഗ്ധരും ട്രംപും ഇപ്പോൾ വലിയൊരു കുഴപ്പത്തിലാണ്. ഇസ്രയേലുമായി ചേർന്ന് കൂടുതൽ വലിയ യുദ്ധത്തിലേക്ക് പോയാൽ നേരിടേണ്ടി വരുന്നത് കനത്ത നാശനഷ്ടങ്ങളെന്ന് ട്രംപിനെ ഭയപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഇടുങ്ങിയ നയതന്ത്ര ജാലകം അടഞ്ഞു പോകാതിരിക്കാൻ എന്ത് ചെയ്യും? ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന നടപടികളിൽ നിന്നും മനഃപൂർവ്വമായി വിട്ടുനിൽക്കാൻ വേണ്ടി ഇസ്രായേലിനോട് ആവശ്യപ്പെടാൻ പോലും അമേരിക്കൻ ഭരണകൂടം നിർബന്ധിതരായി. ഇറാന്റെ ഉറച്ച നിലപാടും ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങളും ആഗോള സാമ്പത്തിക രംഗത്ത് അമേരിക്കയ്ക്ക് വൻ തിരിച്ചടിയായി മാറി. സംഘർഷം തുടർന്നാൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 കവിയുമെന്നാണ് ഗോൾഡ്മാൻ സാച്ച്സിന്റെ മുന്നറിയിപ്പ്. എന്തായാലും ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങൾ അമേരിക്കയുടെയും പാശ്ചാത്യ സഖ്യകക്ഷികളുടെയും സാമ്പത്തിക ഭദ്രതയെ തന്നെ ഉലയ്ക്കുന്ന അവസ്ഥയിലായി. ജൂലൈ 21-ന് അമേരിക്കൻ സൈന്യം കമാൻഡർ സെന്ററുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി അവകാശപ്പെട്ടുവെങ്കിലും നിമിഷ നേരങ്ങൾ കൊണ്ട് തിരിച്ചടി നൽകാൻ ഇറാന് കഴിഞ്ഞു. കുവൈറ്റിലെയും ജോർദാനിലെയും അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെയും ഹോർമൂസ് കടലിടുക്കിൽ നീങ്ങിയ കപ്പലുകൾക്ക് നേരെയും ഇറാന്റെ അനുബന്ധ സേനകൾ നടത്തിയ പ്രഹരങ്ങൾ അമേരിക്കൻ വ്യോമ പ്രതിരോധത്തിന്റെ പോരായ്മകൾ തുറന്നു കാണിക്കുകയാണ്. സ്വന്തം സൈനികരുടെ മരണത്തിൽ പ്രകോപിതനായ ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഭീഷണി മുഴക്കുന്നുണ്ട് എങ്കിലും കളത്തിലെ യാഥാർത്ഥ്യം മറിച്ചാണ്. കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്ന ചടങ്ങുകൾ പങ്കെടുക്കേണ്ടി വരുന്ന അമേരിക്കയുടെ ഒരു ഗതികെട്ട അവസ്ഥ ഇറാനെ ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെട്ട അമേരിക്കയ്ക്ക് ലഭിച്ച തിരിച്ചടിയുടെ വ്യാപ്തിയാണ് വ്യക്തമാക്കുന്നത്.